പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, റോമ 2:4 വിശുദ്ധ പൗലോസ്ലീഹ ചോദിക്കുന്നു, നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം എന്ന് നീ അറിയുന്നില്ലേ? ദൈവം നമ്മോട് നിരന്തരമായി കരുണ കാണിക്കുന്നുണ്ട്. അത് നമ്മെ അനുതാപത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ദൈവത്തിൻ്റെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും എല്ലാം നാം നിസ്സാരമാക്കുകയാണ് ചെയ്യുന്നത്. നാം വീണ്ടും വീണ്ടും പാപം ചെയ്യുന്നു. നമ്മുടെ കഠിന ഹൃദയം കൊണ്ട് അനുതാപത്തിലേക്ക് നാം നീങ്ങുന്നില്ല. ഹൃദയത്തിൽ ഒരു പരിവർത്തനവും നാം വരുത്തുന്നില്ല. നമ്മുടെ കഠിനവും അനുതാപരഹിതവുമായ ഹൃദയം നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം നാം സംഭരിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. മത്തായിയുടെ സുവിശേഷം 4:17 യേശു തൻ്റെ ദൗത്യം ആരംഭിച്ചപ്പോൾ ജനങ്ങളോട് ആവശ്യപ്പെട്ടത് അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവാനാണ്. സ്വർഗത്തിൽ നിന്ന് വന്ന് സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിച്ച് സ്വർഗത്തിലേക്ക് പോയ യേശു നമ്മോട് ആവശ്യപ്പെടുന്നത് മാനസാന്തരപ്പെടുവാനാണ്. നമ്മുടെ ഹൃദയം കാണുന്ന കർത്താവ് പറയുന്നു, നമ്മുടെ ഹൃദയം മറ്റൊന്നിനേക്കാളും കാപട്യമുള്ളതും ദുഷിച്ചതുമാണ്. അതുകൊണ്ടാണ് കർത്താവ് അരുളിച്ചെയ്യുന്നത്, നമ്മുടെ വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടത്. യേശു ആവർത്തിച്ച് പറയുന്നുണ്ട്, ഹൃദയത്തിലുണ്ടാകുന്ന പരിച്ഛേദനമാണ് യഥാർത്ഥ പരിച്ഛേദന. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. മനസ്സിനുണ്ടാകുന്ന മാറ്റമാണ് മാനസാന്തരം. ശരിയായ അനുതാപം ഉണ്ടാകുമ്പോൾ മാനസാന്തരം നമുക്ക് ഉണ്ടാകും. പാപബോധവും പശ്ചാത്താപവും അനുതാപവും എല്ലാം തരുന്നത് പരിശുദ്ധാത്മാവാണ്. യോഹന്നാൻ 16:3 തിരുവചനം പറയുന്നുണ്ട്, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ അറിയിക്കും. തുടർന്ന് പറയുകയാണ്, സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും എന്ന്. യോഹന്നാൻ 3:3 യേശു നിക്കോദേമോസിനോട് പറയുന്നുണ്ട്, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനെ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. തുടർന്ന് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. നാം രക്ഷ പ്രാപിക്കണമെങ്കിൽ നമ്മുടെ കഠിന ഹൃദയം മാറ്റി അനുദപിച്ച് ഹൃദയശുദ്ധി വരുത്തണം. യോഹന്നാൻ 3:16 തിരുവചനം പറയുന്നു, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രൻ ഈ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. നാം രക്ഷ പ്രാപിക്കണം എന്നാണ് പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹം. അതിന് നമുക്ക് വേണ്ടത് ഹൃദയശുദ്ധിയാണ്. നാം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന നമ്മുടെ അഹങ്കാരം, സ്വാർത്ഥത, അസൂയ, ഭിന്നത, കലഹം, അതുപോലെ വെറുപ്പും വിദ്വേഷവും എല്ലാം ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുകയും നാം അശുദ്ധരായി മാറുകയുമാണ് ചെയ്യുന്നത്. നമ്മുടെ ഹൃദയത്തിലെ എല്ലാ മാലിന്യങ്ങളെയും നീക്കം ചെയ്ത് ഹൃദയ വിശുദ്ധി ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.